ഞാൻ വളരെ ചെറുപ്പത്തിൽ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ പേര് വായിക്കുന്നത് ചേലേമ്പ്ര കേസിലാണ്. ചേലേമ്പ്ര കേസിൽ തന്നെ ഷെർലക് ഹോംസിൻ്റെ ഒരു കഥ, അന്ന് നമ്മൾ ഈ ഷെർലക് ഹോംസ് വളരെ ആവേശത്തോടെ വായിക്കുന്ന കാലമാണ്. ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയിൽ നിന്നാണ്, ആ കഥയുടെ ഒരു ഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ ആ ചേലേമ്പ്ര കേസ്, അതിപ്പോൾ പുസ്തകമായി ചേലേമ്പ്ര ബാങ്ക് കവർച്ച എന്ന അതിഗംഭീരമായ പുസ്തകമായി മാതൃഭൂമിയിൽ അനിർബൻ ഭട്ടാചാര്യയുടെ, എവിടെ നിന്നാണ് ആ കഥയുമായുള്ള കണക്ഷൻ? ഇതൊരു സാഹിത്യോത്സവം കൂടിയാണല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്ന് പറയൂ. ഈ ഒരു കാര്യം വിജയൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു. വിജയൻ്റെ അമ്മ പറഞ്ഞ അവൻ കളിക്കല്ലേ, കളിക്കുന്നവനെ പിന്നെ എന്തിനാണ് പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതെന്നാണ്. ഇത് ഇന്ന് എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ എത്ര അമ്മമാർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇതാണ് നമ്മളെ പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ടൊരു വകതിരിവ് ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന അമ്മ വിജയൻ്റെ സ്കൂളിലൊന്നും പോകാത്ത വിജയൻ്റെ അമ്മയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പലപ്പോഴും ഞാനൊക്കെ പണ്ട് നാടകം കളിക്കാനൊക്കെ പോയി, നാടകത്തിൽ വലിയ അഭിനേതാവൊന്നുമല്ല, ഞാൻ പാതിരിയൊക്കെ ആയി വരുമ്പോൾ നമുക്ക് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒന്നും തന്നെ പറയാറില്ല. അതേപോലെ ഞാൻ പഠിക്കാൻ എന്നെ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തിനാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കാമല്ലോ, അത് എങ്ങനെ സഹായിക്കാൻ എന്നെ അമ്മൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ അളവ്, ഒരു പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ പാരൻസിന് ഇല്ലാതെ പോകുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒരു കാരണമാണെന്ന് തോന്നുന്നു. ഈ ചേലേമ്പ്ര കേസ് ഒരുപാട് ഇമാജിനേഷനും പിന്നെ ഒരുപാട് ഇൻഡ്യൂഷൻസും അതിലേറെ വലിയൊരു കൂട്ടായ്മയുടെയും റിസൾട്ടാണ്. ഒരുപക്ഷെ ഇപ്പം പറയുമ്പോൾ വളരെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകാന്ത് ചോദിച്ച പോലെ 10ാം ക്ലാസ് തോറ്റിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഫീലിംഗ് അല്ല IPS കിട്ടി അഡീഷണൽ DGP ആയിട്ട് ഇരിക്കുന്ന സമയത്തുണ്ട്. അന്നപ്പം വേണേൽ കുറേ ഫിലോസഫിയൊക്കെ പറയാം, പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നത് വേറെ പിക്ചറായിരിക്കും. എന്നതുപോലെ ഈ കേസിൻ്റെ തുടക്കം എന്ന് പറയുന്ന സമയത്ത് വളരെ പ്രയാസകരമായിരിക്കുന്നതാണ്. കാരണം ഒരുപാട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ്, മർഡറുകൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഈവൻറ്റ് നടക്കാൻ പോവുക. അതിൻ്റെ ഇടയിൽ ഒരു 4000 കുടുംബങ്ങളുടെ താലിമാല പണയം വെച്ചത് മോഷണം പോവുക, അതിന് 80 കിലോ പരത്തിലുണ്ടാകുക, ഒരു തെളിവില്ലാത്ത രീതിയിൽ അതിസമർത്ഥമായിട്ട് തെളിവ് നശിപ്പിക്കുക. തൊട്ടടുത്തൊരു 10-11 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അതെന്തായോ എന്ന് ചോദിക്കും, എന്നിട്ട് ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് പറയുകയും ചെയ്യും അവനാണ് കള്ളനെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിനും കൊള്ളില്ലാത്ത പോലീസാണെന്ന് കൂടി അമ്മ സ്വകാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു വലിയ മീഡിയ, ഈ പിന്നെ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫും മനോരമയുടെ ബ്യൂറോ ചീഫും ആ സമയത്ത് ഞങ്ങൾ വലിയ കമ്പനി ആയതുകൊണ്ട് മോർണിംഗ് വാക്കിന് ഒന്നിച്ചാൽ പോകും. ഒരു സൈഡത്ത് മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫ്, മനോരമയുടെ ബ്യൂറോ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ബാബുരാജ്, ഇങ്ങേ സൈഡിൽ ശ്രീനിവാസ്, ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അതൊന്നും ആയില്ലല്ലേ, നിങ്ങളെക്കൊണ്ട് എന്തിനു പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്ന അത്ര പിഴിഞ്ഞെടുക്കുക. അങ്ങനെ അതിമാനസികമായ പീഡനം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ചില ക്ലൂസാണ്. ഇപ്പോൾ ഈ ഷെർലോക്ക് ഹോംസിൻ്റെയൊക്കെ പിന്നെ കഥകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിനേക്കാൾ വേറൊരു പ്രശ്നം, എൻ്റെ ഭാര്യ ഈ ഷെർലോക്ക് ഹോംസിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണോ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾക്ക് അറിയാമല്ലോ, വീട്ടിൽ നിന്നും അഡ്വൈസ് എടുക്കണം, നമുക്ക് വെച്ചിട്ടാണ് ഭർത്താവിനെ നോക്കുക അല്ലേ. എന്നോട് ചോദിക്കും ഞാൻ വേണമെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയും. പുള്ളിക്കാരത്തി ഒരു ജില്ലയുടെ ഭരണമുണ്ട്, അത് പൂർണ്ണമായിട്ട് നോക്കിയാൽ മതി, കാരണം പുള്ളിക്കാരത്തി ഒന്ന് കളക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല, ഭാര്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു 10ാം ക്ലാസ്സിൽ തോറ്റപ്പോഴും ഇത്രയധികം പ്രശ്നം ഉണ്ടായില്ല. അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല, കാരണം അന്ന് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പലപ്പോഴും തന്നെ നമ്മൾ ഏതൊന്നിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സ്, നമ്മളെ മൈൻഡ് പൂർണ്ണമായിട്ട് ഏതൊന്നിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മളിലേക്ക് ഉയർത്തിരിഞ്ഞ് വരുന്ന ചില ഹിൻറ്റുകളുണ്ടാവും, ചില സൂചനകളുണ്ടാവും. ഈ പണ്ട് ഇയാൾ പിന്നീട് ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതിയായിട്ടൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സൈനുകൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. ആ സൈനുകൾ കണ്ടില്ലെന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈനുകൾ വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. അതുപോലെയുള്ള സൈനുകളായിരുന്നു ഈ പറഞ്ഞ ഷെർലോക്ക് ഹോംസിൻ്റെയൊക്കെ ചില ഹിൻറ്റുകൾ എടുത്തിട്ട്. അതായത് ഒരുത്തനൊരു മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ആ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷനിൽ 2 ആളെ വിളിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ വേറൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ആ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രതിയെക്കുറിച്ച് ഐഡിയ കിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് 4 സർവീസ് പ്രൊവൈഡേഴ്സേ ഉള്ളൂ, അന്ന് 12 സർവീസ് പ്രൊവൈഡേഴ്സ്. 12 സർവീസ് പ്രൊവൈഡർമാരുടെ എവിടെയോ ഉള്ള ഏതോ ടവറിൽ ഇവൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കുമെന്നുള്ള ഊഹത്തിൻ്റെ പിന്നാലെ നടക്കുക. മൊബൈൽ ആയിട്ടുണ്ട്, ആയി വരുന്ന ഏറ്റവും മൊബൈൽ ഫോറൻസിക് എന്ന് പറഞ്ഞത് ഒട്ടും ഡെവലപ്പ് ചെയ്യാത്തൊരു ഘട്ടത്തിലാണ്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഈ ഉരുത്തിരിഞ്ഞ് ആദ്യം 5000 കോളുകൾ നോക്കുന്നു, പിന്നെയാണ് പറയുന്നത് 2 ലക്ഷം 20 ലക്ഷം കോളുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാലാണ് ഞങ്ങൾക്ക് പോസിബിളായ ഒരു നമ്പർ അതിനകത്ത് കിട്ടാൻ പറ്റും.
അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു എസ് ഐ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതൊന്നും വലിയ ആളുകളൊന്നല്ല. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിക്കും സാധാരണക്കാരായ ആളുകളാണ്. എൻ്റെ ഒരു റിസർവ് സബ് ഇൻസ്പെക്ടർ അൻവർ എന്ന് പറഞ്ഞ കക്ഷി ഒരു കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഫിൽറ്ററിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. 2008 ഒരു ഏകദേശം കംപ്ലീറ്റ് ചെയ്ത ഒരു ജനുവരി 20 അതിൽ നിന്നാണ് ഫിൽറ്റർ ചെയ്ത് ഞാനും പുള്ളിയും കൂടി ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്താണ് നമ്മൾ അവസാനം അതിൻ്റെ അകത്തൊരു നമ്പർ കിട്ടി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ നമ്മളെ ഈ ഷെർലോക്ക് ഹോമിൻ്റെയൊക്കെ പോലീസ്, ഞങ്ങൾ ഇതിൽ എത്ര പേര് പോലീസുകാരുണ്ടെന്നല്ല, ഇത്തരം ഷെർലോക്ക് ഹോമിൻ്റെയൊക്കെ തിങ്കിങ് അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അബദ്ധമായിരിക്കും. പിന്നെ ഷെർലോക്ക് ഹോം പോണമാതിരി തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് പിന്നെ സുരേഷ് ഗോപിൻ്റെ ഒരു സ്ട്രോങ് ഡയലോഗ് ആയിട്ടൊന്നും പോയാലൊന്നും കള്ളനെ കിട്ടാനൊന്നും പോകില്ല. കള്ളനെ കിട്ടണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്കുള്ള നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. പക്ഷേ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ കമ്മീഷണർ സിനിമ നമുക്കൊരു അത് പ്രാക്ടിക്കലി ശരിയായിരിക്കില്ല, പക്ഷേ നമ്മളുടെ ഒരു ഊർജം വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുറത്തെടുക്കുന്നതിനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടും. പലതും കൂടിച്ചേർന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും കോപ്പി അടിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ജീവിതം ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ എവിടുന്നെങ്കിലൊക്കെ ഒരു തുമ്പ് ഒരു നുള്ള് ഒക്കെ പെറുക്കിയെടുത്തിട്ടാണ് ഒരുപാട് ആളുകളെ ജീവിതങ്ങൾ ഉണ്ടാക്കുന്നത്. ആരുടേതും ഒന്നും ഒറിജിനലല്ല സത്യത്തിൽ, പലരുടെയും കൂടി ചേർന്ന സാധനം. അങ്ങനെ പലരുടെയും അന്വേഷണത്തിൻ്റെ ചെറിയ തുമ്പുകളും ഒരുപാട് വിവരക്കേടുകളും ഒരുപാട് പരാജയങ്ങളൊക്കെ ഏറ്റുപെട്ട ഒരു കേസാണത്. പരാജയം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ ചില ഓപ്പറേഷനൊക്കെ പോയിട്ട് റായ്പൂരിലൊക്കെ പോയിട്ട് നിസ്സഹായരായിട്ട് പോവുകയും ഹൈദരാബാദിൽ പോയിട്ട് ഞങ്ങളൊരു ടീം 10-20 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ അതിൻ്റെ സക്സസ് സ്റ്റോറീസ് മാത്രം പറയാൻ തുടങ്ങിയെന്നുള്ളതാണ്. അതിൻ്റെ സക്സസ് സ്റ്റോറിയാണല്ലോ എപ്പോഴും ആളുകൾ അറിയുള്ളൂ, അതിൻ്റെ പിന്നിലുള്ളത് അറിയില്ലല്ലോ.